എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് രാജിവെക്കണമെന്നല്ലേ? ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് രാജിവെക്കണമെന്നല്ലേ? ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? ശരണ്യ രാജനുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, രാവിലെ സുരേഷ് ഗോപി പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. എല്ലാ മാധ്യമങ്ങളുടെ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ തീറ്റയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങളോട് കയർത്തുകൊണ്ടുള്ള പ്രതികരണം. ഇപ്പോൾ രാമനിലയത്തിൽ വെച്ച് വീണ്ടും പ്രതികരണം തേടിയപ്പോൾ കണ്ടത് ഇതാണ്. മൈക്കടക്കം തട്ടിമാറ്റി മുന്നോട്ട് പോവുകയാണ്. ശാലിനി, ഇന്ന് രാവിലെയും നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും തുടർന്നുണ്ടാകുന്ന പരാതികളിലും ആരോപണങ്ങളിലും അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. എല്ലാം മാധ്യമങ്ങൾക്ക് മേൽ പഴിചാരുകയാണ് ചെയ്തത്. അതിനുശേഷം കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിന് ശേഷം നമ്മൾ വീണ്ടും സുരേഷ് ഗോപിയുടെ പ്രതികരണം എടുക്കാൻ വന്നതാണ്. എന്നാൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതരായി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി. അദ്ദേഹം കൈകൊണ്ട് മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയാണ് ഇപ്പോൾ ഉണ്ടായത്. തുടർന്ന് കാറ് വലിച്ചടക്കുകയും നമ്മളോട് സംസാരിക്കാൻ പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എല്ലാം മാധ്യമപ്രവർത്തകരാണ് ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, മാധ്യമപ്രവർത്തകരാണ് എല്ലാത്തിനും കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോഴും രാവിലെ നമ്മളോട് പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ, മുകേഷിനെ പിന്താങ്ങുന്ന തരത്തിലുള്ള സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ്. എന്നാൽ ഇപ്പൊ ബിജെപിയുടെ നിലപാട് നമ്മൾ കേട്ടതാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞു മുകേഷ് രാജിവെക്കണമെന്നാണ് ബിജെപി പറയുന്നത്. എന്നാൽ ബിജെപിയുടെ കേന്ദ്ര സഹമന്ത്രി എന്നാൽ അങ്ങനെയുള്ള ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത്, മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്ന തരത്തിൽ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾക്ക് നേരെ പഴിചാരുന്നതാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങളെ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് രാമനിലയത്തിൽ വെച്ച് പ്രതികരണം തേടിയപ്പോൾ മുന്നോട്ട് പോയത്. കെ ജി കമലേഷ് കൂടിയുണ്ട്. കമലേഷ്, ഒരു കേന്ദ്രമന്ത്രിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, നടനാണ്. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലുള്ള പ്രതികരണം തേടുമ്പോഴാണ് ഇന്ന് രാവിലെ പറഞ്ഞത് ഇത് മാധ്യമങ്ങളുടെ തീറ്റയാണ്, നിങ്ങൾ ഇതും കൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ മൈക്ക് തള്ളിമാറ്റി മുന്നോട്ട് പോവുകയാണ്. അതുതന്നെയാണ് പ്രശ്നം ശാലിനി. രാവിലത്തെ പ്രതികരണം തന്നെ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. അത് BJPയെ മാത്രമല്ല വെട്ടിലാക്കിയത്. പൊതുവിൽ തന്നെ അമ്മയിലൊക്കെ തന്നെ മലയാള സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉയരുന്ന ഒരു മീറ്റു കൊടുങ്കാറ്റിനൊപ്പം പല നടന്മാരും നിൽക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി വേറിട്ടൊരു പ്രകടനം മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് രാവിലെ നടത്തിയത്. അതിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുകേഷിന്റെ രാജിയാണ് ഞങ്ങളുടെ ആവശ്യം. സുരേഷ് ഗോപി പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടായിരിക്കാം, നടൻ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി തള്ളി പറഞ്ഞിരുന്നു. അപ്പോഴും ആ വിവാദം നിൽക്കുകയാണ്. വീണ്ടും BJP സംസ്ഥാന അധ്യക്ഷന്റെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റം ഉണ്ടായോ എന്നുള്ള രീതിയിലാണ് തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വീണ്ടും കാണാൻ ശ്രമിച്ചത്. അപ്പോഴാണ് പിടിച്ചു തള്ളുന്ന രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റം കൂടി ഉണ്ടായത്. എന്തായാലും കൂടുതൽ പ്രതിഷേധാർഹമായ നിലയിലേക്കാണ് ഈ വിവാദം വളരുന്നത്. മലയാള സിനിമയിലാകട്ടെ പുറത്താകട്ടെ ഈ ഒരു വിവാദം ഉണ്ടായ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് പിന്നാലെ വന്ന പല നടിമാരും തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ അവർക്ക് പിന്തുണ പൊതുവിൽ സിനിമയിൽ നിന്നൊക്കെ കിട്ടുമ്പോഴാണ് സുരേഷ് ഗോപി വേറിട്ട നിലപാട് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ച ആദ്യവും ഇപ്പോൾ തള്ളിമാറ്റിയും സ്വീകരിക്കുന്നത്. കമലേഷ്, ഒരു നിമിഷം തുടരണം. ഒന്നുകൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് രാമനിലയത്തിൽ വെച്ചാണ് ഈ രൂപത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത്. പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയായിരുന്നു കേന്ദ്രമന്ത്രി. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് രാജിവെക്കണമെന്നല്ലേ? ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്നല്ലേ? ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം
കമലേഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ല എങ്കിൽ മാന്യമായി അത് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് എനിക്കിതിൽ പ്രതികരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാം. ഇപ്പൊ രാവിലെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ മറ്റൊരു കാര്യം ചോദിക്കാം, അല്ല ഞാൻ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇങ്ങനെ മനുഷ്യന് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും ഒടുവിൽ രാമനിലയത്തിൽ വെച്ച് മൈക്കൊക്കെ തള്ളി മാറ്റി അദ്ദേഹം പോവുകയാണ്. ശാലിനി, അതാണ് പോയിന്റ്. പ്രധാനമായും ഈ രണ്ടാമതും ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങൾ പ്രതികരണം ആരായാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടാണ് തനിക്ക് എന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു രണ്ടാമത്തെ പ്രതികരണത്തിന് പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വാല്യൂ ഉണ്ട്, അതിന് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിയുടെ അഭിപ്രായം പറയുമ്പോൾ BJP സംസ്ഥാന നേതൃത്വം എടുക്കുന്ന ഒരു പൊസിഷൻ മുകേഷിനെതിരെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയും BJPയും ഒക്കെ തെരുവിൽ സമരം ചെയ്യുമ്പോഴാണ് മുകേഷ് അടക്കം ഇപ്പോൾ ആരോപണ വിധേയരെ സുരേഷ് ഗോപി പിന്തുണയ്ക്കുന്നത്. അത് ഏത് നിലയ്ക്കായാലും, അത് നടനെന്ന നിലയ്ക്കാണെങ്കിൽ അത് അങ്ങനെ എന്നുള്ളൊരു വിശദീകരണം നൽകാനുള്ള സുരേഷ് ഗോപിയുടെ അവസരമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ രണ്ടാമത് മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ആ ഒരു അവസരമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ അതിനെ തള്ളി പറഞ്ഞൊരു സാഹചര്യത്തിൽ. പക്ഷേ ആ ഒരു അവസരം ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അവിടെ പ്രതികരിക്കാതെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം, അവിടെ പിടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തിനാണ് ഈ ഇങ്ങനെ മാധ്യമങ്ങളെ പഠിക്കുന്നത്, ക്ഷുഭിതനാകുന്നു എന്നുള്ള ചോദ്യം അതങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ പ്രതികരണം അത് അത്യന്തം അപലപനീയമായ രീതിയിലുള്ള പ്രതികരണം. അതായത് മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് റോൾ എന്നുള്ള ചോദ്യം സുരേഷ് ഗോപി ഉയർത്തുമ്പോൾ ആ ഒരു റോളിനെ പിന്തുണയ്ക്കുന്ന നിലപാട് നാം കണ്ടതാണ്. അമ്മ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ, ജഗദീഷ് അടക്കമുള്ളവർ പറഞ്ഞ കാര്യമുണ്ട്. ഇന്നലെ പൃഥ്വിരാജ് ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടതുണ്ട്. അതായത് മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ മീറ്റു കൊടുങ്കാറ്റിനും കാരണമായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അതിന് കാരണം തന്നെ സർക്കാരോ അമ്മയോ ഒന്നും തന്നെയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല. മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടൽ, അപേക്ഷകൾ, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരമുള്ളൊരു പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ഒരു ചരിത്രപരമായ ഉത്തരവുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അത് സമൂഹത്തിലും മലയാള സിനിമയിലൊക്കെ തന്നെ പൊതു ചർച്ചയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വർഷങ്ങളായി പലരും അനുഭവിച്ച പീഡനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട മാനഹാനി ഉൾപ്പെടെ തുറന്നു പറയാൻ പലരും തയ്യാറായത്. വെറും തുറന്നു പറച്ചിന് അപ്പുറത്തേക്ക് പരാതികൾ പറയാൻ തയ്യാറാകുന്നു. ആ പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ ഒടുവിൽ ഒരു SIT രൂപീകരിക്കുന്നു. ഇതിനിടയിൽ തന്നെ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വരുന്നു, സിദ്ദിഖിന് രാജിവെക്കേണ്ടി വരുന്നു. അങ്ങനെ വലിയൊരു മൂവ്മെന്റായി അത് വളരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയാണ് പല നടീനടന്മാരും. എല്ലാവരും അത് മറന്നുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറിട്ട പ്രതികരണമായി സുരേഷ് ഗോപി വരുന്നത്. അത് ആദ്യം അടച്ചാക്ഷേപിക്കലാണെങ്കിൽ പിന്നീട് അത് തള്ളിമാറ്റൽ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പലരും ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് എന്താണ് ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുക്കാൻ കാരണം? സിനിമയിൽ കണ്ടതാണ് ആക്ഷൻ ഹീറോയുടെ പ്രതികരണം. അനീതിക്കെതിരെ എപ്പോഴും ശക്തമായ ഡയലോഗ് അടിക്കുന്നു. ആ ഒരു നിലപാട് സുരേഷ് ഗോപി സിനിമയിൽ സ്വീകരിക്കുകയാണ്.